ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഡിസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പാർട്ടികളിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ക്രീമാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതേപോലെ ഇതുണ്ടാക്കുമ്പോൾ അധികം പുളിയുള്ള ഫ്രൂട്ട്സ് എടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. നമുക്ക് പാലുമായിട്ട് യോജിക്കുന്ന ഏത് ഫ്രൂട്ട്സ് എടുത്തിട്ടും നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ, ആപ്പിൾ, അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന സ്ട്രോബെറി ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നട്ട്സ്, റൈസിന്, ആൽമണ്ട്, പൊടിച്ച പഞ്ചസാര 2 ടീസ്പൂണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്കിവിടെ ഞാനിവിടെ 170 ഗ്രാമിൻ്റെ ഒരു ഹാഫ് ക്രീമും പിന്നെ 400 ഗ്രാമിൻ്റെ ഒരു സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ഇത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഈ ഹാഫ് ക്രീം ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ ഇനി പൊടിച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഓവറായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പഞ്ചസാര ഇതിലൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് ഈ സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്ക്, അപ്പോൾ ഞാനിവിടെ 400 ഗ്രാമിൻ്റെ സ്വീറ്റ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഹാഫ് മാത്രം ഞാനിവിടെ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി ഹാഫ് നമുക്ക് ഇതിൻ്റെ ഏറ്റവും മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 200 ഗ്രാമോളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാനിവിടെ മാങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ അവക്കാഡോ, അതിനുശേഷം നമുക്ക് ഇവിടെ ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഫ്രൂട്ട്സൊന്നും ഭയങ്കരമായിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറിയ പീസാക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് ഈ ഫ്രൂട്ട്സും ഈ ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നന്നായിട്ട് യോജിക്കണം. അതേപോലെ ഈ ഫ്രൂട്ട്സൊന്നും ഉടയാണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നട്ട്സും റൈസിനും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നട്ട്സും റൈസിനും ഗാർണിഷിന് വേണ്ടി മാത്രമല്ല, ഈ നട്ട്സും റൈസിനും ഈ ക്രീമിലും കണ്ടൻസ്ഡ് മിൽക്കിലും കെടുക്കുമ്പോൾ അതിനും കൂടി ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതിനുശേഷം നമ്മൾ ആൽമണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ട്രോബെറി ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഗാർണിഷിന് വെച്ചേക്കാണ്. നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ഗാർണിഷിന് വെക്കാം. ശരിക്കും പുളിയുള്ള ഫ്രൂട്ട്സൊന്നും പാലുമായിട്ട് അത്ര യോജിക്കില്ല. പക്ഷേ ഞാനിവിടെ ഒരു ഗാർണിഷിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ 2 പീസ് സ്ട്രോബെറി വെച്ചിട്ടുള്ളത്. ഈ സ്ട്രോബെറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഒന്നും കൂടിയും കണ്ടൻസ്ഡ് മിൽക്ക് ബാക്കിയുള്ളത് ഫുള്ള് ഒഴിച്ചു കൊടുക്കുക. അതായത് ആ ടിന്ന് തീരുന്ന വരെ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം നമുക്ക് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.